ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സദ്വാർത്തകളുടെ വസന്തകാലമാണ് ക്രിസ്മസ്. കുഞ്ഞു കുഞ്ഞു സുഹൃതങ്ങൾ കൊണ്ട് പുൽക്കൂടൊരുക്കുന്ന ഈ ആഘോഷവേളയിൽ ദൈവം നൽകുന്ന സദ്വാർത്തയാണ് ദൈവം നിന്നോട് കൂടെ. സ്വർഗം കണ്ടെത്തിയ ഏറ്റവും നല്ല വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം, ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ മറിയത്തിന് നൽകുന്ന അഭിവാദനം, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയത്തിൻ്റെ ജീവിതവിശുദ്ധിയുടെ മനോഹാരിതയും സൗന്ദര്യവുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വചനമാണിത്. സ്വർഗം ഈ ലോകത്തിലെ ഏറ്റവും നല്ലവളെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. ദൈവം മനുഷ്യനായി പിറക്കുമ്പോൾ പിറക്കാൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തിയായി സ്വർഗം തിരഞ്ഞെടുക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തെയാണ്. 11-ാം പിയൂസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു: തൻ്റെ പുത്രന് ജന്മം നൽകിയതിലൂടെ മറിയം മരണത്തിൻ്റെ അടയ്ക്കപ്പെട്ട വാതായനം തുറക്കപ്പെടാൻ കാരണമായി. അടഞ്ഞിരുന്ന പാതാളത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. നിത്യതയിലേക്കുള്ള കവാടം മറിയം എന്നേക്കുമായി തുറന്നു നൽകി. വിശുദ്ധ ഇരണേവോസ് ഇപ്രകാരം പറയുന്നു: നമ്മുടെ രക്ഷയുടെ കാരണം മറിയം തന്നെയാണ്. ദൈവിക തേജസ്സും ദൈവിക പൂർണ്ണതയും നിറഞ്ഞൊഴുകുന്ന മനുഷ്യപുത്രന് ജന്മം നൽകുവാൻ പരിശുദ്ധ കന്യക തയ്യാറായി എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ വസ്തുതയാണ്. ജനനം മുതൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കുന്ന പരിശുദ്ധ കന്യക നമുക്കേവർക്കും മാതൃകയാണ്. വിശുദ്ധ എപ്രേമിൻ്റെ വാക്കുകളിൽ മറിയം ആദ്യ ഹവ്വയിലൂടെ മരണവും അന്ധകാരവും ലോകത്തിലേക്ക് കടന്നു വന്നു എങ്കിൽ മനുഷ്യവംശത്തിന് പ്രഭാവസ്ത്രം നഷ്ടമായി എങ്കിൽ പരിശുദ്ധ കന്യകയിലൂടെ ദൈവിക തേജസ്സും ദൈവിക പൂർണ്ണതയും നിറഞ്ഞു നിൽക്കുന്ന ഈശോമിശിഹായെ നൽകുക വഴി പുതിയൊരു വസ്ത്രം, കൃപയുടെ വസ്ത്രം നമുക്കായി നൽകി തന്നു. പരമപരിശുദ്ധനായ ദൈവത്തെ ഉള്ളിൽ വഹിച്ച് പരിശുദ്ധ മറിയം നമ്മോട് പറയുന്നു: ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പറയുവാൻ നമുക്ക് ആവട്ടെ എന്ന്. ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന അനേകം പാഠങ്ങൾ പരിശുദ്ധ മറിയം നമുക്ക് നൽകുന്നുണ്ട്. ഒന്നാമതായി, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ദൂതൻ പറയുമ്പോൾ പരിശുദ്ധ മറിയം നമുക്ക് നൽകുന്ന പാഠം, ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവന് യാതൊന്നിനെയും ഭയപ്പെടാനില്ല എന്നുള്ളത് തന്നെയാണ്. പരമമായ വിശുദ്ധി ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ് എന്ന മനോഹര പാഠം പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നു. ദൈവിക തേജസ്സിനെ വഹിക്കുന്ന ഓരോ ഹൃദയവും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് പരിശുദ്ധ മറിയം നമുക്ക് നൽകുന്ന മറ്റൊരു പാഠം. ദൈവം അരുളി ചെയ്തവ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന എലിസബത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു, ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ മുഴുവൻ നിർവഹിക്കുവാൻ തക്കവിധം ദൈവത്തിൽ വിശ്വസിച്ചവളായിരുന്നു പരിശുദ്ധ മറിയമെന്ന്.
നമ്മുടെ ജീവിതം ദൈവിക സാന്നിധ്യത്തിലാണ് മനോഹരമാവുന്നത്. സംഗീതം, സ്നേഹത്തിൻ്റെ സംഗീതം നിലയ്ക്കുമ്പോഴാണ് ഓരോ മനുഷ്യജന്മവും നിരാശാജനകമായി മാറുന്നത്. അവൻ്റെ ജീവിതത്തിൽ സദ്വാർത്തകൾ ഇല്ലാതാവുന്നത്. പരിശുദ്ധ മറിയത്തോടൊപ്പം നമുക്കും ഈ ക്രിസ്മസ് നാളുകളിൽ സ്നേഹത്തിൻ്റെ സംഗീതം മുഴക്കിക്കൊണ്ട് കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും ദൈവിക ഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ക്രിസ്മസ് നാളുകളിലേക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.